ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫ്ലാഗ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലസ് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. അപ്പം ഒരു ഫ്ലാഗ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ആവശ്യമുള്ള ഒരു A4 പേപ്പർ, പിന്നെ സ്കെയിൽ, കോമ്പസ്, ഒരു പെൻസിൽ, പിന്നെ 2 സ്കെച്ച്, പിന്നെ ഗ്ലൂ. A4 ഷീറ്റ് പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക സ്കെയിൽ ഉപയോഗിച്ച്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. മുകളിലും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക, താഴെയും കൂടി. ഞാനിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഈ ഡോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഈ വരച്ച ഭാഗം നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ച് വെട്ടാവുന്നതാണ്. ഇതാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്ന പീസ്, അതായത് 10 സെൻറ്റിമീറ്റർ ഉള്ള പീസ്. അപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള 10 സെൻറ്റിമീറ്റർ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ഏകദേശം ഓരോ കോളത്തിനും 3.33 സെൻറ്റിമീറ്റർ അടുപ്പിച്ച് വരും. അപ്പം നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ഓരോ പോയിൻറ്റിൻ്റെയും പുറത്തൂടെ വരച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ പോയിൻറ്റും ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കോളം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ കോളത്തിലേക്ക് പെയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓറഞ്ച് സ്കെച്ച് എടുക്കുക. എന്നിട്ട് സ്കെച്ചിൻ്റെ അകത്തുള്ള റീഫിലർ പുറത്തെടുക്കുക. എന്നിട്ട് അത് വെച്ച് ഫസ്റ്റത്തെ കോളത്തിൽ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇങ്ങനെ ചെയ്യാൻ കാരണം സാധാരണ സ്കെച്ചിനെ നിബ് വെച്ച് അടിക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കളർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി ഗ്രീൻ കളർ, അതും നേരത്തെ ഓറഞ്ച് എടുത്ത പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ 3ാമത്തെ കോളത്തിലേക്ക് നേരത്തെ ഓറഞ്ച് അടിച്ചതുപോലെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫ്ലാഗിൻ്റെ 2 മെയിൻ കളേഴ്സും റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നേരത്തെ 2ആയിട്ട് മുറിച്ച A4 ഷീറ്റിൻ്റെ മറ്റൊരു ഭാഗം എടുക്കുക. അത് നമ്മളിവിടെ ഫ്ലാഗിൻ്റെ സ്റ്റാൻഡിന് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ഈർക്കിൽ ഉപയോഗിച്ച് ഇതുപോലെ ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഒരു ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ ഫ്ലാഗിനെ 2ആയിട്ട് മടക്കുക, കറക്റ്റ് മടക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് മിഡിൽ പോർഷൻ ലഭിക്കുകയുള്ളൂ. എന്നിട്ട് ആ ഉണ്ടാക്കി വെച്ച സ്റ്റാൻഡ് നമ്മൾ കറക്റ്റ് ആ മിഡിലേക്ക് വയ്ക്കുക ഫ്ലാഗിൻ്റെ. എന്നിട്ട് കുറച്ച് ഗ്ലൂ തേക്കുക. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ഒട്ടിയിരിക്കുകയുള്ളൂ. സ്റ്റാൻഡിലും കൂടി ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് ഗ്ലൂ ഫ്ലാഗിലും കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഇനി പതുക്കെ 2 ഭാഗം കൂടി യോജിപ്പിച്ച് കൊടുക്കുക.
ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്ലാഗിൻ്റെ ഏകദേശം രൂപം ലഭിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് 2 ഭാഗവും ഒട്ടിക്കുക. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലാഗിനൊരു സ്പോക്ക് വരയ്ക്കണം. അതിനായി കറക്റ്റ് കോമ്പസ് സെൻറ്ററിൽ വെച്ച് ഒരു സർക്കിൾ ആദ്യം വരയ്ക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് 24 സ്പോക്കാണുള്ളത്. അപ്പം അതുപോലെ തന്നെ ആ സർക്കിളിനകത്ത് 24 സ്പോക്ക് വരച്ചു കൊടുക്കുക. അപ്പം ഇനിയൊരു പെന്ന് ഉപയോഗിച്ച് നമുക്ക് സ്പോക്കിൻ്റെ മീതെ വരച്ചു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലൂ കളറാണ് സ്പോക്ക്. ഇതാ പെന്നിട്ട് വരച്ചതിന് ശേഷമുള്ള നമ്മുടെ എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റാൻഡാണ് ആവശ്യം, അതായത് ഫ്ലാഗ് കുത്തി വയ്ക്കാൻ വേണ്ടിയൊരു സ്റ്റാൻഡ്. അതിനുവേണ്ടി ഞാൻ പഴയൊരു സെലോ ടേപ്പിൻ്റെ ഇന്നർ കവറിങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മീതെ ഗ്ലൂ ഉപയോഗിച്ച് തേക്കുക. എന്നിട്ട് സർക്കിളിൻ്റെ ഷേപ്പിൽ വെട്ടിയ 2 കാർഡ്ബോർഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു കാർഡ്ബോർഡ് മുകളിലും മറ്റൊരു കാർഡ്ബോർഡും താഴെയും വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. 2 വശത്തും ഗ്ലൂ തേക്കാൻ മറക്കരുത്. നടുക്ക്, അതായത് സെൻറ്ററിൽ തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്ലാഗ് കുത്തി വയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഫ്ലാഗിൻ്റെ അറ്റത്ത് കോർത്തിരുന്ന ഭാഗം മുറിച്ച് കളയുക. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. ഒരു കോമ്പസ് ഉപയോഗിച്ച് ഒരു ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഹോളിൽ കുറച്ച് ഗ്ലൂ തേക്കുക. നന്നായിട്ട് നമ്മുടെ ഫ്ലാഗ് ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഫ്ലാഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.